ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ക്യൂട്ട് ആർട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് ഫലനാപ്സിസ് ഓർക്കിഡിന് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്യണം. നമുക്ക് പ്ലാന്റ് വന്നിട്ടുള്ളത് അച്ചൂസ് ഗാർഡൻ എന്നാണ് കേട്ടോ. മുന്നേ ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ട്. അന്നേരം എനിക്ക് നല്ല സേഫായിട്ട് പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്, നല്ല ഹെൽത്തിയായ പ്ലാന്റും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ അടുത്ത് വീണ്ടും ഞാൻ പ്ലാന്റിന് ഓർഡർ കൊടുത്തത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. മറ്റുള്ള സെല്ലേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്ലാന്റ്സ് നോക്കിയിട്ട് സെലക്ട് ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. അതായത് നമ്മളൊരു ഫ്ലവർ കണ്ടിട്ട് ആ ഫ്ലവറിലുള്ള പ്ലാന്റ്സ് കാണിക്കാൻ പറയുമ്പോൾ അവരൊരു പ്ലാന്റ് കാണിച്ചിട്ട് നമുക്കത് ഇഷ്ടമായില്ല വെച്ചാൽ നമുക്ക് ഇത് വേണ്ട, വേറെ പ്ലാന്റ് കാണിക്കൂ എന്ന് പറഞ്ഞാൽ അവർ വേറെ പ്ലാന്റ് കാണിച്ചു തരും. അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം ഏത് പ്ലാന്റാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത്. ആ സെയിം പ്ലാന്റ് തന്നെ അവർ നമുക്ക് അയച്ചു തരും ചെയ്യും. ഇത് ഞാൻ അങ്ങനെ സെലക്ട് ചെയ്തൊരു പ്ലാന്റാണ് കേട്ടോ. നല്ല ബിഗ് സൈസാണ്. മാത്രമല്ല പിന്നെ ഇതിൽ 3 സ്പൈക്കും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലവർ ഞാൻ കാണിക്കാം കേട്ടോ. ഫോറസ്റ്റ് ഫ്രൂട്ട് എന്നാണ് ഇതിൻ്റെ ഐഡി വരുന്നത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ അത്. ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ഇതാണ്. നല്ല ഡാർക്ക് പിങ്കിൽ ഒരു വൈറ്റ് ബോർഡറൊക്കെ വരുന്നതാണ്. നല്ല ഭംഗിയുള്ള ഒരു മിനിയേച്ചർ ഫ്ലവറാണ്. ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. ഇതും നല്ല സൈസ് വരുന്ന ഒരു പ്ലാന്റാണ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇതിൻ്റെ ഫ്ലവർ ഒരു വെറൈറ്റി ഫ്ലവറാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലായിടത്തും കാണാത്തൊരു ഫ്ലവറാണ്. ഇതിൻ്റെ ഐഡി വരുന്നത് ജിഞ്ചർ ജെൽസം എന്നാണ്. നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറാണ്. യെല്ലോയിൽ കുഞ്ഞു കുഞ്ഞു ഡോട്ടായിട്ട് വരുന്ന ഒരു ഫ്ലവറാണ്. മാത്രമല്ല ഇതിലും 3 സ്പൈക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ ഫ്ലവർ വരുന്നത്. ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. ഇവരുടെ പാക്കിങ് ഒരു രക്ഷയില്ല. നല്ല അടിപൊളി പാക്കിംഗ് ആണ്. പ്ലാന്റിനോ ബഡിനോ സ്പൈക്കിനോ ഒന്നും തന്നെ ഒരു ഡാമേജും വന്നിട്ടില്ല. നല്ല സേഫായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പ്ലാന്റും നല്ല സൈസുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഫ്ലവർ ഒരു മിനിയേച്ചറാണ്. പ്ലാന്റ് സൈസ് വലുതാണെങ്കിലും ഇതിൻ്റെ ഫ്ലവർ കുഞ്ഞു ഫ്ലവറാണ്. മാത്രമല്ല നല്ല കൊലകൊലയായിട്ട് വരുന്നൊരു പ്ലാന്റാണ്. പിന്നെ ഇതിൻ്റെ ഐഡി വരുന്നത് പേഴ്സിവൽ എന്നാണ്. അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ള പ്ലാന്റ്സ്. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. ഇതേപോലത്തെ ഒരുപാട് വെറൈറ്റീസ് അവരുടെ കയ്യിൽ ഇനിയും ഉണ്ട്. പിന്നെ മാത്രമല്ല ഡെൻഡ്രോബിയും ഉണ്ട് അവരുടെ അടുത്ത്. അപ്പോൾ ഇതേപോലത്തെ പ്ലാന്റ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയണില്ല. പലരും എന്നോട് കമൻറ്റിലൂടെ പറയലുണ്ട് റേറ്റ് പറയണില്ല എന്ന്. പക്ഷേ പ്ലാന്റിൻ്റെ സൈസിനും വെറൈറ്റിക്കും അനുസരിച്ച് റേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പ്ലാനിൻ്റെ റേറ്റ് അവരോട് തന്നെ നിങ്ങൾ ഡയറക്റ്റായിട്ട് ചോദിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.